നമസ്കാരം സുഹൃത്തുക്കളെ, ബി കെ ബൂമിൻ്റെ ഈ ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഔട്ട്ഡോർ ടൈപ്പ് ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ടിക്ടോക്ക് ചെയ്യുന്നവർക്കും ഈ സോഷ്യൽ മീഡിയ എല്ലാം ചെയ്യുന്നവർക്കുമായിട്ട് വേണ്ടപ്പെട്ട ഒരു വീഡിയോ ആണ്. എന്നുവെച്ചാൽ നമ്മൾ ടിക്ടോക്ക് ചെയ്യുമ്പോഴും സോഷ്യൽ മീഡിയ ഒക്കെ ചെയ്യുമ്പോഴും ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. ലൈറ്റിങ്ങിൻ്റെ ഒരു വലിയൊരു ഇഷ്യൂ നമുക്കെപ്പോഴും വരാറുണ്ട്. അപ്പം ആ ഇഷ്യൂ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ്, ഒരു ലൈറ്റാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം വന്നതേ ഉള്ളൂ. അപ്പോൾ അതിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഡിജിടെക് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു സർക്കിൾ ലൈറ്റാണ്. റൗണ്ട് ഷേപ്പിലുള്ള ഒരു ലൈറ്റാണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 55 വാട്ട് ഔട്ട്പുട്ട് നൽകുന്ന ഒരു ലൈറ്റാണ്. അത്യാവശ്യം നല്ല പ്രകാശമുണ്ട്. 18 ഇഞ്ച് റൗണ്ടാണ്. സർക്കിൾ 18 ഇഞ്ച് വലുപ്പത്തിലുള്ള സർക്കിളാണ്. അങ്ങനെയൊക്കെയുള്ള പല സവിശേഷതകളും കൂടിച്ചേർന്ന ഒരു ലൈറ്റാണ്. അതുമാത്രമല്ല, അതിനകത്ത് ഡുവൽ ടോണാണ്. 2 ടോൺ ലൈറ്റാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം അല്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളുടെ ഡിജിടെക് LED റിംഗ് ലൈറ്റ് DRL 18H എന്ന് പറയുന്ന ഒരു സംഭവം. ഇതാണ് നമ്മളുടെ പ്രോഡക്റ്റ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, 55 വാട്ട് പവർ ഔട്ട്, പിന്നെ ഡുവൽ കളർ ടോൺ 3200K 5600K. പിന്നെ ഇതിനകത്ത് ലൂമിനസിൻ്റെ കാര്യത്തിൽ 5200 LM ആണ് പറയുന്നത്. പക്ഷേ 5500 LM മിനിമം വരണം. അതാണ് അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് അത്രയും വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം അല്ലേ. ഇതാണ് അവർ തന്ന ആ ഒരു ബോക്സിനകത്തുണ്ടായിരുന്ന ബാഗ്. അത്യാവശ്യം വെയിറ്റ് ഒന്നുമില്ല, എന്നാലും നല്ല കൂടിയ നല്ല ഒരു രീതിയിലുള്ള ഒരു പാക്കിങ്ങും നല്ല സേഫ്റ്റി ആയിട്ടുള്ളൊരു പാക്കിങ്ങാണ് ഈ ബോക്സിനകത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞത്, ഈ ഒരു സഞ്ചിക്കകത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാലും ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം. ഓക്കെ, ഞാനിത് തുറക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട്, ഔട്ട്ഡോറും ആയതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം നല്ലൊരു ബാഗാണ് കേട്ടോ. യെസ്, ഇതാണ് സംഭവം. ഇതാണ് 18 ഇഞ്ച് ലൈറ്റ്, സർക്കിൾ ലൈറ്റ്. ഓക്കെ, ഒരു സ്വിച്ചുണ്ട്, 2 കൺട്രോളറുണ്ട്. ഓക്കെ, പ്ലഗ് AC കൊടുക്കാനുള്ള ഒരു സോക്കറ്റുണ്ട്. ഇത് ബാറ്ററി ഇടുന്നതാണ് കേട്ടോ. ഈ രണ്ട് സൈഡിലും ബാറ്ററി ഇടാനുള്ള ഒരു സോക്കറ്റുണ്ട്. ഓക്കെ, പിന്നെ ഡിജിടെക് അവരുടെയാണ്. അത്യാവശ്യം നല്ലൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇൻഡോറിൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇൻഡോറിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇതാണ്, ഞാനിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ ട്രൈപോഡിൻ്റെ സ്റ്റാൻഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഏകദേശം 2 മീറ്റർ നീളമുള്ള കേബിളാണ് തന്നിരിക്കുന്നത് അവർ. 2 മീറ്ററാണ് ഈ കേബിളിൻ്റെ നീളം. ഇതിനകത്ത് ഒരു സ്വിച്ച് ഉണ്ട്, ഓൺ ഓഫ് സ്വിച്ച്. പിന്നെ ഇതിനകത്ത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്വിച്ചും, പിന്നെ ടെമ്പറേച്ചർ കളർ ടോൺ വേരിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചും. 3200K മുതൽ 5600K കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. ആ ടോൺ ഡുവൽ ടോണാണ്, 2 കളറിലേക്ക് സ്വിച്ച് ചെയ്യും. ഇത് നമ്മളുടെ ഏതെങ്കിലും മുകളിൽ പിന്നെ ഏതെങ്കിലും ഗജറ്റ്സ് ക്ലിപ്പ് ചെയ്യാനുള്ള ഒരു സംഭവം അവർ തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ വന്നതാണ് മൊബൈൽ കണക്ട് ചെയ്യാനുള്ള ഒരു സോക്കറ്റ്. ആൻഡ് ഈ സോക്കറ്റ് ഈ ഒരു സംഭവം എൻ്റെ കൂടെ വന്നതാണ്. ഈ ഒരു ക്ലിപ്പുണ്ടല്ലോ ഇവിടെ, ഇത്
ഇവിടെ ഇങ്ങനെ കയറ്റി വയ്ക്കുക. ഓക്കെ, അതിനകത്ത് ഈ ഒരു സാധനം നൂത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് നമുക്ക് ഡിവൈസ് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആഡ് ഓൺസ് ഇവിടെയും ഈ ഒരു സെയിം സോക്കറ്റ് 1 2 3 4 സ്ഥലത്ത് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ 4 ഡിവൈസ് അറ്റ് എ ടൈം, അത് ലൈറ്റ് ആവാം, മൈക്ക് ആവാം, ക്യാമറ ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, 4 ഡിവൈസ് അറ്റ് എ ടൈം നമുക്ക് ഇതിൽ വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. NBF550, 750, 960 എന്ന് പറയുന്ന 3 ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ആമസോണിൽ കയറി നോക്കിയപ്പോഴത്തേക്ക് ഒരെണ്ണത്തിൻ്റെ വില ഏകദേശം 4000 രൂപയോളം ആകുന്നു എന്നാണ് കണ്ടത്. ഒരു ബാറ്ററിയുടെ വില 8000 mAh ഉള്ള ഒരു ബാറ്ററിയാണെന്ന് തോന്നുന്നു. കൂടുതൽ ഡീറ്റെയിലേക്ക് ഞാൻ പോയില്ല. എന്നിരുന്നാലും ഇത് ഒരു മികച്ച ഒരു പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നു. എന്നാൽ ഞാനൊരു കാണിക്കാം അല്ലേ, ഞാൻ ഒന്ന് ഓൺ ചെയ്ത് കാണിക്കാം. ഞാൻ ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്ത് ഞാനിത് താഴെ വയ്ക്കാം. ഓക്കെ, മാക്സിമം ലൈറ്റിലാണ് നിൽക്കുന്നത്, മാക്സിമത്തിൽ നിൽക്കുകയാണ്. ഓക്കെ, നല്ല ഒരു പ്രകാശം അതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് ഞാൻ കളർ മാറ്റി, ഡോൾ ടോൺ മാറ്റി നോക്കാം. നിങ്ങൾക്കിതിനകത്ത് കാണാൻ പറ്റുമെന്തോ, ഡോൾ ടോൺ മാറുന്നുണ്ട്. അത് ഒരുപക്ഷെ മൊബൈൽ ക്യാമറ എത്രത്തോളം അത് നല്ല രീതിയിൽ മാറുന്നുണ്ട്. ഒരു വാമായിട്ടുള്ള ഒരു കളർ, കൂൾ കളറിൽ നിന്ന് മാറി ഒരു ബ്ലൂ ഷെയ്ഡിൽ നിന്ന് മാറി നല്ല വാമായിട്ടുള്ളൊരു കളറിലേക്ക് പോയി. പക്ഷേ ഇതിനകത്ത് ഞാൻ മൊബൈൽ സ്ക്രീനിൽ കാണുന്നത് എല്ലാം ഏകദേശം ഒന്നായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്കൊന്ന് ഇതിനകത്തുള്ള വീഡിയോ സെറ്റിങ്സിൻ്റെ കുഴപ്പമായിരിക്കും. അത് കളർ ബാലൻസിങ്ങും എല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും. എന്തൊക്കെയായാലും നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ നിന്നും നോക്കാം അല്ലേ. ഇതാണ് സംഭവം. ഓക്കെ, ഇതാണ് സംഭവം. ഇതിൻ്റെ കളറ് ഞാൻ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. മാക്സിമം ഇതാണ് മാക്സിമം. ഓക്കെ, അതിൻ്റെ ടെമ്പറേച്ചർ ഞാൻ മാറ്റി. ഇതിപ്പം സ്ക്രീനിൽ എനിക്ക് കുറച്ച് ലൈറ്റായിട്ടുള്ള കളറേ അതിനകത്ത് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഒറിജിനലി എനിക്ക് നല്ലൊരു കളറ് കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ഇപ്പോൾ ഈ കാണുന്ന ഷെയ്ഡിൻ്റെ അത് കുറച്ചും കൂടെ ഒരു പ്രൊമോട്ടഡ് ആയിട്ടുള്ള, കുറച്ചും കൂടെ ഒരു ഹയർ ലെവലായിട്ടുള്ള ഷെയ്ഡ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഞാൻ എന്നെ തന്നെ ഇതൊന്ന് നോക്കാം അല്ലേ എങ്ങനെ ഉണ്ടാവും. ഈ 2 ഷെയ്ഡിലും ഞാൻ എങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വാം ലൈറ്റിൽ നല്ല മാക്സിമം പീക്കിൽ വെച്ചിരിക്കുകയാണ്. ഇതാണ് മാക്സിമം ഔട്ട്പുട്ട്. ഒരു ക്യാമറ, നമ്മളെ മൊബൈൽ ക്യാമറ റെക്കോർഡ് ചെയ്യുമ്പോൾ മാക്സിമം ഔട്ട്പുട്ട് ഇതാണ്. ഓക്കെ, ഇത് ഞാൻ മാറ്റുകയാണ്. ഇത് കൂളായിട്ടുള്ള കളറാണ്, ഒരു ബ്ലൂ ഷെയ്ഡല്ല, ഇത് നല്ല ഡേ ലൈറ്റ് ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇത് കേവലം ഒരു വാട്സപ്പ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മാത്രം ഉപയോഗിക്കാനുള്ള സാധനമല്ല, ഒരു പ്രോഡക്റ്റ് അല്ല. ഇത് ബ്യൂട്ടി പാർലറിലൊക്കെ നല്ല കളർ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്യൂട്ടീഷ്യന് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടെയാണ്. ബ്യൂട്ടി പാർലറിലേക്ക് മസ്റ്റായിട്ട് എല്ലാ ബ്യൂട്ടി പാർലറും ഇത് വാങ്ങണമെന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ അതേ കണക്ക് നല്ലൊരു ഔട്ട്പുട്ട്, നല്ല ഷെയ്ഡ്, നല്ല ഔട്ട്പുട്ട്, സ്മൂത്തായിട്ടുള്ളൊരു ഔട്ട്പുട്ട് ഈ ഒരു പ്രോഡക്റ്റ് തരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മേക്കപ്പ്, ഇപ്പം ഔട്ട്ഡോർ മേക്കപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ, കല്യാണമായാലും മറ്റുള്ള ഫംഗ്ഷനായാലും ഔട്ട്ഡോർ മേക്കപ്പ് ഉണ്ടാവും. ആ ഔട്ട്ഡോർ മേക്കപ്പിന് ഇത് ജസ്റ്റ് ക്യാരി, ഈ 2 ബാറ്ററിയും കൂടെ വാങ്ങിച്ച് കൊണ്ടുപോയി ഈ സ്റ്റാൻഡും ഇതും കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പവർ പോലും ഇല്ലെങ്കിൽ പോലും നല്ല സ്മൂത്തായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് നടക്കും. നല്ല പ്രകാശമുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണിത്. ഈ ഒരു പ്രോഡക്റ്റാണ് എനിക്ക് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉള്ളത്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള റിവ്യൂ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും വരുന്ന നാളുകളിൽ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ഗുഡ് ബൈ.